രാഹുവിന് പെയ്തു കൂട്ടെന്ന പോലെ മരുമകളുടെ ജാതകത്തിന്റെ പ്രഭാവത്തിനൊപ്പം അവരുടെ ഗർഭത്തിലെ ശിശുവിന്റെ ജാതകവും കൂട്ടായിരിക്കുന്നു. ആ രണ്ട് ജാതകവും രണ്ട് വിഷസർപ്പങ്ങളെ പോലെ മിഥുന്റെ ജീവൻ അപഹരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അരുണിമേ, എന്തു പറ്റി? എന്താ നീ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ലേട്ടാ. എനിക്കറിഞ്ഞൂടെ, ഇന്നിവിടെ എല്ലാവരും സന്തോഷിക്കുന്ന ഒരു സുദിനമാണ്. ഈ സന്തോഷവേളയിൽ നീ ആകെ ഇങ്ങനെ വിഷമിച്ചെന്നാൽ എങ്ങനെയായിരുന്നുമേ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ, ഞാൻ ഓക്കെയാണ് ഏട്ടാ. അങ്ങനെയാണെങ്കിൽ നീ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളോടൊപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അല്ലാതെ കപ്പൽ മുങ്ങിപ്പോയ പോലെ ഇങ്ങനെ ഡള്ളായിട്ട് നിൽക്കരുത്. ആയിക്കോട്ടെ. എന്നാ പിന്നെ നമുക്ക് ആദ്യം പൂജ തുടങ്ങിയാലോ? ഈ ഹോളിയുടെ ആഘോഷങ്ങൾ തുടങ്ങുന്നതിന് ആദ്യം ആരുടെയെങ്കിലും മുഖത്ത് വർണ്ണം പൂശണം. ആരാണതിന് ആദ്യം വരാൻ പോകുന്നത്? അങ്കിൾ അങ്കിൾ അങ്കിൾ, ആ ചാൻസ് എനിക്ക് തരൂ പ്ലീസ്. ഏറ്റവും ആദ്യം ഞാൻ ഇതിന് വർണ്ണം പൂശി കൊടുക്കും. അതിനുശേഷം ഹോളി തുടങ്ങാം. നിന്നെ ആര് തടയാനാ? എന്നാ പിന്നെ നീ തന്നെ തുടങ്ങ്. താങ്ക്സ് ആൻഡി. മേഘനെ, ഒരു കരിമുകിലിനു ചിറകുകളരുളിയ മിന്നലേ, പുതുമഴ മലരുകൾ വിതറിയ കുറുമൊഴി തെന്നലേ, വെയിലിൽ നിഴലുപോൽ മറയും മായയായി വിരലാൽ ശിലയിലും കുളിരഴുമുറവകളെഴുതി ഇതുവഴി അകലുമാറോ അവനേതോ മായാജാലം. മേഘനെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? മേഘനടുത്തി ഏട്ടത്തെയും വലിയേട്ടും നിർണ്ണയിച്ചു കൊടുക്ക്. പുതുമഴ മലരുകൾ വിതറിയ കുറുമൊഴി തെന്നലേ. നിക്ക് മേഘനടുത്തി, അങ്ങനെ തേച്ചാൽ ശരിയാവില്ല. പിന്നെ എങ്ങനെ തേക്കണെന്നാ? ഏട്ടൻ ഏട്ടത്തിയുടെ കവിളത്ത് തേച്ചതുണ്ടല്ലോ, ഏട്ടന്റെ കവിളത്തേക്ക് ഏട്ടത്തിയുടെ കവിള് കൊണ്ട് തേച്ചു കൊടുക്കണം. എന്താ മേഘനെ, നീ എന്താ ആലോചിക്കുന്നേ? ധൈര്യമായിട്ട് തേച്ചോ. എന്തെന്നാ ഇനി നോക്കി നിൽക്കാൻ? പുതുമഴ മലരുകൾ വിതറിയ കുറുമൊഴി തെന്നലേ.
വാവ്! അങ്ങനെ മനോഹരമായ ഹോളി ആഘോഷം തുടങ്ങുകയായി. ഹായ് മിഥുൻ. ഹായ്. മഞ്ജരി, എന്താ നീ ഇങ്ങ് മാറിപ്പോന്നത്? അവിടെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഹോലി ആഘോഷിക്കുമ്പോ നീ എന്തിനാ ഇവിടെ തനിച്ചു വന്ന് നിൽക്കുന്നേ? ഞാൻ എന്താ ആലോചിക്കുന്നതെന്ന് ആന്റിക്ക് മനസ്സിലായില്ലേ? മനസ്സിലാകാതെയൊന്നുമല്ല. ഒരു കാലത്ത് മേഘന മിഥുനെ നോക്കുന്നത് പോലും നിനക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു. എന്നിട്ട് ഇന്നിപ്പോ ഇവിടെ വെച്ച് കവളും തേച്ചുകൊണ്ട് നിറം തേച്ച് ഹോളി ആഘോഷിക്കുകയല്ലേ? നിന്റെ മനസ്സ് പെടയുന്നത് എനിക്ക് മനസ്സിലാവും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ലോകത്ത് ഒരു സ്ത്രീക്ക് ഇങ്ങനൊരു ഗതികേട് ഉണ്ടാവരുത്. വല്ലാത്തൊരു മരണവേദനയായത്. പക്ഷെ ഇപ്പൊ ഇതൊന്നും പുറത്തു കാണിക്കാൻ നിൽക്കരുത്. ഈ സമയത്ത് ബുദ്ധി ഉപയോഗിച്ച് വേണം ഓരോന്നും ചെയ്യാൻ. ഞാൻ എന്ത് ചെയ്യാൻ ആന്റി? പോട്ടെ എന്നും പറഞ്ഞ് എന്നെ ഞാൻ തന്നെ സമാധാനിപ്പിച്ചോണ്ടിരിക്കുക. അത് മാത്രല്ലേ ഇപ്പൊ വഴിയുള്ളൂ. അവരെ തമ്മിൽ അകറ്റണോന്നുള്ള എന്റെ ലക്ഷ്യത്തിലേക്ക് ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് എത്താനായിട്ടില്ല. അതിന്റെ ഇടയ്ക്ക് ഈ മനോഹരമായ ദൃശ്യങ്ങളും. ഇന്ന് എന്റെ ഹൃദയം ഇങ്ങനെ വേദനിക്കുന്നത് ആരറിയാൻ? എന്റെ ഈ ഒരു അവസ്ഥ ലോകത്ത് ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവരുത്. മഞ്ജരി, കൂൾ ഡൗൺ. സാഹചര്യം എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. ഒരു താഴ്ചയുണ്ടാവുമ്പോ മറ്റൊരിടത്ത് ഉയർച്ചയും ഉണ്ടാവും. പക്ഷെ സാഹചര്യം ഒത്തുവരുമ്പോ കാര്യങ്ങളെല്ലാം നമ്മൾ കൈവശപ്പെടുത്തിയിരിക്കണം. അതിനുവേണ്ടിയല്ലേ നീ ഇന്ന് ഇത്രയും പ്ലാൻ ചെയ്തത്? നീ നിന്റെ പ്ലാൻ ഇതുവരെ പറഞ്ഞില്ല. ആ മേഘനയുടെ ഗർഭം സത്യം തന്നെയാണോ അതോ പിടിച്ചു നിൽക്കാൻ അവള് പറഞ്ഞ നുണയാണോന്ന് രണ്ടിലൊന്ന് തെളിയിക്കും ഞാൻ. അതിരിക്കട്ടെ, പക്ഷെ അതെങ്ങനെയാ പ്ലാൻ ചെയ്തിരിക്കുന്നത്? 1 minute ആന്റി. ഇതെന്താണെന്നറിയോ ആന്റിക്ക്? ബാങ് ടാബ്ലറ്റ്സാ. ഇതെങ്ങാനും വിഴുങ്ങിയ പിന്നെ ഒരു ഫുൾ ബോട്ടിൽ മദ്യം കുടിച്ച ലഹരിയാവും. ഈ ഭൂമിയിൽ വെച്ച് തന്നെ സ്വർഗലോകം മുന്നിൽ തെളിഞ്ഞു വരും. ഇത് കഴിച്ചതിന് ശേഷം മനുഷ്യരല്ല സംസാരിക്കുക, ഇതായിരിക്കും സംസാരിക്കുക. ഉള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന സത്യങ്ങൾ ഇത് പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കും. മേഘനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഇത് കഴിപ്പിക്കണം. ഓ, കൃത്യസമയത്ത് കൃത്യമായ പ്ലാൻ തന്നെ. ഇന്ന് ഇത് കഴിച്ച ലഹരിയിൽ തത്ത പറയുന്നത് പോലെ അവളെല്ലാം പറയണം. പറയിപ്പിക്കും ഞാൻ. ലഹരി മരുന്ന് കഴിച്ച എക്സ്പീരിയൻസ് ഉള്ളവര് ഇത് കഴിച്ചാ പിന്നെ 2 ദിവസത്തേക്ക് തല നേരെ നിൽക്കില്ല. ലഹരിക്കടിമയായി ഇന്ന് ഉറപ്പായി മേഘന അവളുടെ വയറ്റിൽ വല്ലതും ഉണ്ടോന്നുള്ളത് തുറന്നു പറയും. പ്ലാനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഫ്ലോപ്പ് ആവാതെ ഇംപ്ലിമെന്റ് ചെയ്തോണം. അത് ഞാൻ നോക്കിക്കോളാം. ആന്റി വേണമെങ്കിൽ കണ്ടോ.
അല്ല സഞ്ജനെ, നീ എന്താ ഇവിടെ അങ്ങനെ മാറി നിൽക്കുന്നേ? വാ, നമുക്ക് ആഘോഷിക്കണ്ടേ? വേണ്ട ഏട്ടാ, എനിക്കെന്തോ നല്ല സുഖം തോന്നുന്നില്ല. ഏട്ടൻ പോയിക്കോ. ഈ പ്രായത്തിൽ എന്താടി നിനക്ക് ക്ഷീണമൊക്കെ? വന്നിങ്ങോട്ട്. വേണ്ട വിവേകേട്ടാ, സുഖമില്ലാത്തോണ്ടാണെന്ന് പറഞ്ഞില്ലേ. അല്ല സഞ്ജനെ, ഞങ്ങളെല്ലാവരും ഇവിടെ ഹോളി കളിക്കുക, പക്ഷെ നീ എന്താ ഇവിടെ വന്ന് മാറി നിൽക്കുന്നേ? എനിക്കെന്തോ സുഖമില്ലാത്ത പോലെ. നിങ്ങളെല്ലാരും പോയി കളിക്കേ. അല്ല, നീ വന്നാലേ ശരിയാവൂ. വിവേക്, അവക്ക് നല്ല തലവേദന ഉണ്ടെന്ന് പറഞ്ഞു. നീ അവളെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കണ്ട. നീ പൊയ്ക്കോ. ഓക്കേ. ഒന്നും വിചാരിക്കില്ലേ? ഇറ്റ്സ് ഓക്കേ. സഞ്ജനെ, നീ എന്തുകൊണ്ടാ ഹോളിക്ക് കൂടാത്തെന്നുള്ള കാര്യം എനിക്കറിയാം. ഗർഭിണിയായിരിക്കുമ്പോ നല്ല ക്ഷീണമൊക്കെ തോന്നും. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാവില്ല. സാരമില്ല, നീ ഇവിടെ എവിടെയെങ്കിലും മാറിയിരുന്നാ മതി. ശരി ഏട്ടത്തിയമ്മ. ചേച്ചി പറയും മോളെ. എവിടെ എന്നെ പിടിക്കും നോക്കട്ടെ. ഏയ് മേഘനെ, നീ എന്ത് പരിപാടിയായി കാണിക്കുന്നേ? എന്താ പറ്റിയത് മിഥുനേട്ടാ? ഗർഭിണിയായിരിക്കുമ്പോ നീ ഇങ്ങനെ ഓടും ചാടും ചെയ്യുന്നത് ശരിയാണോ? ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളല്ലേ? നീ ബിഹേവ് ചെയ്യുന്ന കണ്ട ഗർഭിണിയാണെന്ന് പോലും ആരും പറയില്ല. എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ? അതങ്ങനെ നിനക്ക് പോലും ആ വിചാരമില്ലല്ലോ. നിന്റെ ഈ ശ്രദ്ധക്കുറവ് കാരണം കുഞ്ഞിനൊരു ആപത്തും ഉണ്ടാവരുതേ. ഹോളിയൊക്കെ ആഘോഷിച്ചോ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ കൊച്ചു കുട്ടികളെ പോലെ ഓടാനും നിൽക്കണ്ട. ഞാൻ ശ്രദ്ധിച്ചോളാം. മിഥുൻ നന്ദൻ, നിന്നെ കടത്തിവെട്ടാൻ കൽപ്പുള്ളവരാരും ഇപ്പൊ ഇവിടെ ഇല്ല എന്നുള്ള അഹങ്കാരത്തിലല്ലേ നിന്റെ ഈ ചാട്ടം മുഴുവൻ. പക്ഷെ ഇനി അധിക കാലത്തേക്കൊന്നും നീ എന്റെ മുന്നിൽ ഇങ്ങനെ കത്തി പടരില്ല മോനെ മിഥുൻ നന്ദ. കുറെ കാലത്തെ പകയുടെ അഗ്നിഗോളവും നെഞ്ചിലേറ്റിയാ ഞാനിപ്പോ അങ്ങോട്ടേക്ക് വരുന്നേ. സർവ്വതും ഞാൻ ചുട്ടരിച്ച് കുളം കുത്തും. ഇനി മുതൽ നിനക്ക് കഷ്ടകാല. നിന്റെ ജീവിതത്തിന് ഇനി കർട്ടൻ വീഴാൻ അധിക ദിവസമില്ല. കരുതിയിരുന്നു മിഥുൻ, ഞാനിതാ വരുന്നു. എക്സ്ക്യൂസ് മീ ഓൾ. ഹോളി ഉത്സവത്തിന്റെ തീർത്ഥം ഇവിടെ റെഡിയാണ്. ഇനി തീർത്ഥം കുടിക്കാത്തവർക്ക് വേണ്ടി സംഭാരവും റെഡി. ഇനി ഹോളി പാനീയവും സംഭാരവും ഒന്നിച്ചൊഴിച്ച് കുടിച്ചാൽ നമുക്ക് സ്വർഗം കണ്ടിട്ട് വരാം. ബി റെഡി. അതെ മേഘനെ, ഒരു മിനിറ്റ് തന്നെ. ഇതില് അവര് മറ്റെന്തൊക്കെയോ ചേർത്തിട്ടുണ്ട്. ഈ സമയത്ത് നീ ഇതൊന്നും കുടിക്കാൻ പാടില്ല. ഇത് കുടിച്ചോ. താങ്ക് യു മിഥുനേട്ടാ. ഒരു മിനിറ്റ് ഞാൻ എടുത്തുതരാം. ആന്റി, ഇപ്പൊ മേഘനയുടെ കയ്യിലിരിക്കുന്ന ആ ഗ്ലാസ്സില് എന്റെ കയ്യിലിരിക്കുന്ന ആ ലഹരി പദാർത്ഥം ഇടണം. അവൾ അതിട്ട് ഒരു ഗ്ലാസ് കുടിച്ചാ മതി. നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ പറ്റും. ആന്റി നിക്ക്, ഞാനിപ്പോ വരാം. ആന്റി, മേഘനയുടെ ഗ്ലാസ്സിൽ ഞാൻ മരുന്ന് ചേർത്തിട്ടുണ്ട്. മേഘന അതൊന്നും കുടിക്കേണ്ട താമസമേ ഉള്ളൂ. ഒരു ഗ്ലാസ് അകത്തേന്ന് കഴിഞ്ഞാ പിന്നെ അവളുടെ വായിന്ന് സത്യം മാത്രമേ വരൂ. ആ മയക്കത്തിൽ അവള് തത്ത പറയും പോലെ എല്ലാം പറയും. നമ്മൾ പറയുന്നതെല്ലാം ചെയ്യുകയും ചെയ്യും. ശരിയെന്നാ, ആദ്യം അവളത് കുടിച്ചോ ഇല്ലയോ എന്ന് നോക്കണ്ടേ? മേഘന മേഡം,
മേഘന ചേച്ചി ഹലോ. ഹലോ ചാരു. പറഞ്ഞോ. ചാരു, നമ്മുടെ ഇഷ്ടത്തെക്കുറിച്ച് ആരോടും പറയരുതെന്ന് പറഞ്ഞ എന്റെ മേടിച്ച സത്യം നീ അങ്ങ് തിരിച്ചെടുക്കണം. എന്നിട്ട് നീ എന്ത് ചെയ്യാൻ പോവാ? നമ്മുടെ ബന്ധത്തെക്കുറിച്ച് ഇന്ന് ഞാൻ ഏട്ടത്തിയോട് എന്തായാലും പറഞ്ഞിരിക്കും. എത്ര നാളായി ഈ പ്രശ്നം ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുക? ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണ്ടേ? വിവേക്, നീ വേണ്ടാത്ത തീരുമാനങ്ങളൊന്നും ഇപ്പൊ എടുക്കാൻ നിൽക്കണ്ടാട്ടോ. ഉള്ള പ്രശ്നങ്ങൾക്കിടയിൽ നമ്മളൊരു പ്രശ്നമായിട്ട് അവിടെ പോയി നിൽക്കരുത്. അല്ല ചാരു, മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ എന്താണെന്ന് എനിക്ക് അറിയില്ല ചാരു. പക്ഷേ നമ്മുടെ കാര്യത്തില് രണ്ടിലൊന്നും ഒരു തീരുമാനമാവണം. അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അത് ശരിയാണോ തെറ്റാണോ എന്ന് മറ്റൊരാളുടെ അഭിപ്രായം തേടുന്നത് എന്തുകൊണ്ട് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നേ. എനിക്ക് വയ്യ ചാരു, ഓരോ ദിവസവും ഇങ്ങനെ ഇഞ്ചിഞ്ചായി മരിക്കാൻ. വിവേക്, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ഒരു ആവേശത്തിൽ എടുക്കേണ്ട തീരുമാനമൊന്നും അല്ല ഇത്. ആലോചിച്ച് സാവകാശം എന്തെങ്കിലും ചെയ്യാം. ഇപ്പൊ നമ്മുടെ കാര്യം പുറത്തു പറയാനായിട്ടില്ല. ദയവ് ചെയ്ത് നീ എടുത്തു ചാടാണ്ടിരിക്കെ വിവേക്. ഇല്ല ചാരു, ഇനി എനിക്കിതിലൊന്നും ചിന്തിക്കാനില്ല. എനിക്കതിനുള്ള ക്ഷമയുമില്ല. എന്തായാലും ഞാനിത് പറഞ്ഞിരിക്കും. നിന്റെ ചേച്ചി കൂടി ഈ കാര്യങ്ങളൊക്കെ അറിയട്ടെ, അതാ നല്ലത്. വിവേക്, വിവേക്, എന്തിന്റെ കേടാ ഇവന്? പറഞ്ഞാ മനസ്സിലാവില്ലെന്ന് വെച്ചാ? ചേച്ചി എങ്ങാനും ഇപ്പൊ ഈ കാര്യം അറിഞ്ഞാ ഉള്ള പ്രശ്നങ്ങൾക്കിടയിൽ ചേച്ചിക്ക് ആകമാനം ഭ്രാന്ത് പിടിക്കും. എനിക്കൊരു ജീവിതം കണ്ടെത്തുന്നതിനിടയിൽ ചേച്ചിയുടെ ജീവിതം തന്നെ നഷ്ടമായിക്കാം. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? മേഘനടുത്തി, ഏട്ടത്തിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പിന്നെ ഏട്ടത്തി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കൊന്നും വേണ്ട, അങ്ങനെ തന്നെ നിന്നോ. ഏട്ടത്തി എൻ്റെ മുഖത്തേക്ക് നോക്കിയാ എനിക്കത് പിന്നെ പറയാൻ പറ്റില്ല. മേഘനടുത്തി, ഞാനും ചാരുവും ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം ഏട്ടത്തിക്ക് അറിയില്ലല്ലോ. എനിക്ക് ചാരുവിന് എൻ്റെ ജീവനേക്കാളേറെ ഇഷ്ടം. എനിക്ക് അവളെ കല്യാണം കഴിക്കണമെന്നുണ്ട്. അവളോടൊപ്പം മനോഹരമായൊരു ജീവിതം പങ്കിട്ടെടുക്കണം. പക്ഷെ അവൾ എന്തുകൊണ്ടോ അവളുടെ മനസ്സിലുള്ളത് തുറന്നു പറയാൻ എന്തോ പേടിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിലേക്ക് മരുമകളായി കയറി വരാൻ അവൾക്ക് മടിയാണ് ഏട്ടത്തി. എന്നാലും ചാരുവില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അത്രയ്ക്ക് ഇഷ്ടം അവള്. അവളോടൊപ്പമാണ് എൻ്റെ ഭാവി ജീവിതം ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നത് ഏട്ടത്തി. ഇനി ഇക്കാര്യത്തില് ഏട്ടത്തി വേണം ഞങ്ങളെ സഹായിക്കാൻ. ഞങ്ങളുടെ രണ്ടുപേരുടെയും സ്നേഹത്തിന് ഏട്ടത്തിയുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഏട്ടത്തി എന്തൊന്നും മിണ്ടാത്തെ? ഏട്ടത്തിക്ക് എന്താ പറ്റിയത്? എന്താ മിണ്ടാത്തെ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഞാൻ ചാരുവിനെ ഇഷ്ടപ്പെട്ടത് ഏട്ടത്തിക്ക് അത് ഹേർട്ടായിട്ടൊന്നുമില്ലല്ലോ. ഏറ്റവും ശരിയൊക്കെ കണ്ടുപിടിക്കാൻ ഞാൻ അത്രയ്ക്ക് വലിയ ആളൊന്നുമല്ല വിവേക്. തെറ്റുകൾ എല്ലാവരും ചെയ്യും. അതുപോലെ നീ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ചെയ്ത് കഴിഞ്ഞ തെറ്റിനെ കുറിച്ച് ഇനി ആലോചിച്ചിട്ടോ ഒരു കാര്യമില്ല വിവേക്. ഇനി ഒരിക്കലും ചെയ്ത തെറ്റ് തന്നെ വീണ്ടും വീണ്ടും ചെയ്യരുത്. ഞാൻ എന്റെ ഇഷ്ടത്തെ കുറിച്ച് ചേട്ടത്തിയോട് പറഞ്ഞപ്പോ ചേട്ടത്തി എന്താ ഇങ്ങനെ എന്തോ ചെയ്ത തെറ്റിന്റെ കാര്യമൊക്കെ പറയുന്നേ? പിന്നെ ഞാൻ എന്തിനെ കുറിച്ചാ പറയേണ്ടത് വിവേക്? ഓ, നിന്റെ പ്രേമത്തെ കുറിച്ചാണോ? അതെ അടുത്തമ്മേ, എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചേ പറ്റൂ. അപ്പൊ നിന്റെ പിന്നാമ്പുറത്തൊരു പ്രേമ കഥ ഇരിപ്പുണ്ടല്ലേ? പറ 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 പറ. എന്നാ പിന്നെ അതിലെ നായിക ആരാ?
എവിടെ വെച്ചാ അത് തുടങ്ങിയത്? എല്ലാം എന്നോട് പറ വിവേക്. അയ്യോ എന്റെ ഏട്ടത്തി, ഏട്ടത്തിക്ക് ഇതെന്താ പറ്റിയേ? ഇത്രയും നേരം ഞാൻ പറഞ്ഞതെല്ലാം വെറുതെ വെള്ളത്തിൽ വരച്ച വര പോലെ ആയല്ലേ? എന്നോട് കാര്യം പറ വിവേക്, പറയ്. ഏയ് ഒന്നുമില്ല ഏട്ടത്തി, ഇനിയിപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും ആ ചെവിയിലോട്ട് കേറില്ല. ഇനി കേറിയാലും ഒന്നും മനസ്സിലാവാൻ പോണില്ല. ആ വിവേക്, പറ വിവേക്. എന്തോ പറയാൻ തുടങ്ങിയതായിരുന്നില്ലേ? പറ വിവേക്, പറ 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 പറ. ഞാൻ ആരോടെ പറയാൻ വന്നേ? വിവേക്, വിവേക് പറ വിവേക്. ആന്റി, നമ്മുടെ പ്ലാൻ വർക്കൗട്ടായി. മേഘനയുടെ അടി മുതൽ മുടി വരെ ലഹരി കയറി പിടിച്ചിരിക്കുക.